ചോദിച്ചോ. ലോകം ഇന്ന് ഗ്ലോബലൈസേഷന്റെ ഭാഗമായി ചുരുങ്ങി അല്ലേ? സാങ്കേതിക വിദ്യയും ഒത്തിരി വളർന്നു. പക്ഷെ മനുഷ്യന്റെ മനസ്സ് വീണ്ടും ചുരുങ്ങുകയെല്ലാം ചെയ്ത് വികാസം സംഭവിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ പൊതുവിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ വിദ്യാഭ്യാസവും സാമ്പത്തികമായി നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യന് ശാന്തി സമാധാനം എന്ന പെർസെപ്ഷനിൽ അത്രയും ഈ പറയുന്ന പുരോഗതി ആ വ്യക്തിയുടെ ശാന്തിയിലും സമാധാനത്തിലും വരുന്നുണ്ടോ എന്നാണ് സാങ്കേതികത. ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 5 തരം ബാലൻസ് ഉള്ളവരെയാണ് ഒരാൾ ആരോഗ്യവാൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫിസിക്കൽ ബാലൻസ്, അത് ഒബ്വിയസ്ലി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ്. സിക്സ് പാക്കും സെവൻ പാക്കും എന്നല്ല കേട്ടോ, ആരോഗ്യവാനാണോ എന്നുള്ളതാണ്. സെക്കൻഡ് വൺ മെന്റൽ ബാലൻസ് ആണ്. മെന്റൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളെയും ധീരമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്. എന്ത് പ്രശ്നം വന്നാലും ലോകം മൊത്തം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ആ വീടില്ലേ, ശരി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, ഇങ്ങനെ ചോദിക്കാനുള്ള മനസ്സിലാവും. അടുത്തത് ഇന്റലിജൻസ് ബാലൻസ് ആണ്, ദാറ്റ് എഡ്യൂക്കേഷൻ ബാലൻസ് ആണ്. ആ ബാലൻസ് ശരിയാക്കാനാണ് ഇപ്പോൾ ഇവിടുത്തെ പഠിക്കുന്ന കുട്ടികളൊക്കെ എഡ്യൂക്കേഷൻ ബാലൻസ് ശരിയാക്കാനുള്ളത്. അതായത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ MA MSc MBBS വിട്ടാലല്ല ഞാൻ പറയുന്നത്, അതൊരു വശം മാത്രമേ ആവുന്നുള്ളൂ. മറിച്ച് ഏത് വിഷയങ്ങളിലുള്ള നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഫാസ്റ്റ്നെസ്, IQ ഇന്റലിജന്റ് കോഷ്യന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ ബാലൻസ്. നാലാമത്തെ ബാലൻസ് ഫിനാൻഷ്യൽ ബാലൻസ് ആണ്. ഫിനാൻഷ്യൽ ബാലൻസ് എന്ന് പൈസ ഉണ്ടാക്കുക, കയ്യിൽ പൈസ ഉണ്ടാവുക എന്ന് തന്നെയാണ്. അഞ്ചാമത്തെ ബാലൻസ് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആവുക, സ്പിരിച്വൽ ബാലൻസ് ആണ്. അതായത് ആധ്യാത്മികമായ അറിവാണ്. അപ്പോൾ നമ്മളുടെ ഒരു കുറച്ച് പഴയ തലമുറയിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ അവരിൽ പലപ്പോഴും ഇല്ലാതെ പോയ ബാലൻസ് എന്തായിരിക്കും? നമുക്ക് ഇവിടെ എന്ത് ചിന്തിക്കാൻ പറ്റും? അവർ ഫിനാൻഷ്യൽ ബാലൻസ് കുറവായിരുന്നു, നമ്മുടെ അത്രയും സാമ്പത്തികം അവർക്കില്ലായിരുന്നു. അതേസമയം ഫിസിക്കൽ ബാലൻസ് നമ്മളെക്കാൾ മെച്ചമായിരുന്നു. കാരണം അവരെന്തെങ്കിലുമൊക്കെ ഭൂമിയിൽ ഇറങ്ങിയെങ്കിലും പണിയെടുക്കുമായിരുന്നു, നമ്മൾ പലപ്പോഴും ഭൂമിയിൽ ഇറങ്ങി പണിയെടുക്കുന്നില്ല. അപ്പോൾ ആ ഡിഫറൻസും. പക്ഷേ വ്യത്യാസം വരുന്നത് നമ്മളെക്കാൾ സ്പിരിച്വൽ ബാലൻസ് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ന്യൂ ജനറേഷൻ ആളുകളെക്കാൾ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിരുന്നു പഴയ ജനറേഷൻ. അത് ഓരോ പഴയ ജനറേഷൻ കുറേ ബെറ്റർ ആയിരിക്കും, അവരെ മുകളിൽ അതിന് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിസ്സാരമായ കാര്യത്തിന് പോലും പല ആളുകളും അല്ലെങ്കിൽ അച്ഛൻ തല്ലി, അമ്മ കണ്ടുകിട്ടി, സീരിയൽ കാണുന്നതിനിടയിൽ ഇത് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച 2 വീലർ വാങ്ങി തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്നത് 2 തരം ബാലൻസിന്റെ കുറവ് കൊണ്ടാണ്. ഒന്ന് സ്പിരിച്വൽ ബാലൻസും 2 മെന്റൽ ബാലൻസിന്റെയും പ്രശ്നമുണ്ട്. നമ്മുടെ പഴയ തലമുറയ്ക്ക് പലപ്പോഴും പൈസ കുറവായിരുന്നെങ്കിലും മെന്റൽ ബാലൻസ് നമ്മളെക്കാൾ കൂടുതലായിരുന്നു. കാരണം അവർ മനുഷ്യന്മാരോട് കൂടുതൽ ഇടപെടുകയും നിരവധി പ്രശ്നങ്ങളിലൂടെ പോവുകയും ദാരിദ്ര്യമടക്കം കഷ്ടപ്പെട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് വരുന്നവരാണ്. അപ്പൊ അവർക്ക് എന്ത് പ്രശ്നം ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉണ്ടാവും. നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷന് ചങ്കൂറ്റം എന്ന് പറയുന്ന ക്വാളിറ്റി കുറവാണ്. കാരണം അവർ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ടല്ല വരുന്നത്. അവരെ ചെറുപ്പത്തിൽ അച്ഛനും വീട്ടിൽ റെഡിമേഡായി പൈസ എല്ലാം കൊടുത്ത്, അപ്പൊ ആ പൈസയുടെ വില ഒന്ന് കൃത്യമായിട്ട് അറിയില്ല. അച്ഛൻ തരണം, അമ്മ തരണം, ഇങ്ങനെയൊക്കെയാണ് വരും. അപ്പോൾ ടെക്നോളജി പരമായി അവർ ഉയരത്തിലേക്ക് വരുന്നതിന് പ്രധാന കാരണം അന്നത്തെ ജനതയ്ക്ക് ഇല്ലാതെ പോയ എഡ്യൂക്കേഷൻ ബാലൻസ്, ഇന്റലക്ച്വൽ ബാലൻസിൽ നമ്മൾ മുന്നിലാണ്. പുതിയ ജനറേഷൻ ഇന്റലക്ച്വൽ ബാലൻസിന് മുന്നിലാണ്. അവർക്ക് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ പറ്റും, അവർക്ക് പുതിയ പുതിയ സംവിധാനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും, അവർക്ക് AI സംവിധാനം കണ്ടുപിടിക്കാൻ പറ്റും, ഇനിയും പലതും അവർ കണ്ടുപിടിക്കും. പക്ഷേ ഭർത്താവ് തല്ലി, ഭാര്യ തല്ലി എന്ന് പറഞ്ഞാൽ പോയി തൂങ്ങിച്ചാവുകയും ചെയ്യും. കാരണം ആ പ്രശ്നത്തെ ഫേസ് ചെയ്യണമെങ്കിൽ മെന്റൽ ബാലൻസ് അതോടൊപ്പം സ്പിരിച്വൽ ബാലൻസ് വേണം. എന്താണ് സ്പിരിച്വൽ ബാലൻസ്? സ്പിരിച്വൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി എന്താണ് ഈ ഭൂമിയോട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ ജീവിതം മാത്രമല്ല, മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. അവിടേക്ക് നമ്മൾ എന്തെങ്കിലും മാറ്റി വെക്കണം. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണുള്ളത്. ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്. നമുക്കൊരാൾ ഒരു 10 രൂപ തന്നാൽ ദൈവം ആ 10 രൂപ തന്നു. കയ്യിലുള്ള 10 രൂപ നഷ്ടപ്പെട്ടാൽ ദൈവം തന്നെ അത് തിരിച്ചെടുക്കും. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിക്കും. അതാണ് സ്പിരിച്വൽ ബാലൻസ് എന്ന് പറയുന്നതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുമെങ്കിൽ എത്രമാത്രം നമ്മളത് പ്രാക്ടിക്കൽ ആക്കുമെന്ന് അറിയാം.
ഞാൻ പറഞ്ഞ എന്താണ് സ്പിരിച്വൽ പാരന്റ്സ് എന്ന് ചോദിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റും. ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പേര് വണ്ടിക്കും നിങ്ങളുടെ പേര് എക്സും വൈയും സെറ്റും ആകുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം പേര് ഒന്നാണ്. ശവം, ഡെഡ് ബോഡി, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പേര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഒരു സ്ത്രീ അമ്മയെ തന്നെ കരയാണ്. അപ്പൊ നമ്മൾ ചെന്നിട്ട് നിങ്ങളെ ഭർത്താവിന് എപ്പോഴും എടുക്കാൻ ചോദിക്കുക, ഡെഡ് ബോഡി എപ്പോഴും എടുക്കുക എന്ന് ചോദിക്കുക. ഒരു മകൻ അല്ലെങ്കിൽ മകൾ മരിച്ചു കിടക്കുമ്പോൾ അച്ഛനോടായാലും അമ്മയോടായാലും ഡെഡ് ബോഡി എപ്പോഴും എടുക്കുക എന്ന് ചോദിക്കുക. മകളെ എപ്പോഴും എടുക്കുക, മകനെ എപ്പോഴും എടുക്കാൻ ചോദിക്കുക. ദാറ്റ് ഈസ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെയൊക്കെ പേര് ABCDEFG ആവുന്നുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും പേര് ശവം, ഡെഡ് ബോഡി എന്നാണ്. സോ ഓവർ അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്നും എന്തെങ്കിലും ദൈവം ഇതിൽ നിന്ന് ആത്മാവിനെ അങ്ങോട്ട് എടുത്താൽ ഞാൻ ഇത്രയും വലിയ സുന്ദരക്കുട്ടപ്പനാണ്, സുന്ദരക്കുട്ടപ്പി എന്ന് പറഞ്ഞൊന്നും ഒരു കാര്യമില്ലാന്നും ആളുകൾ ആ ശവം എത്രയും പെട്ടെന്ന് ദഹിപ്പിക്കാനേ നോക്കുകയുള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന ബോധമുള്ള ഒരു വ്യക്തി ഒരിക്കലും അഹങ്കാരത്തിലേക്കോ ഓർജാതയിലേക്കോ പോകില്ല. മറിച്ച് അതന്നെ പറഞ്ഞ് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിരിക്കണം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ സമയം മൊബൈലിലും അല്ലെങ്കിൽ കൂടുതൽ സമയം സീരിയലിലും കൂടുതൽ സമയം മറ്റു കാര്യങ്ങളിലും അല്ലെങ്കിൽ കള്ളും കഞ്ചാവും കഴിച്ചു നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്പിരിച്വലി ഇൻക്ലൈൻഡ് അല്ല. ഒരു പക്ക ഈശ്വര വിശ്വാസി ഒരിക്കലും കള്ള് കഞ്ചാവ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല. കാരണം അവരുടെ സന്തോഷം, അവരുടെ സമാധാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗോഡ് ആണ്. അവർക്ക് ദൈവവുമായിട്ട് മാത്രമാണ് ബന്ധമുണ്ടാവുക. ഞാൻ മുമ്പ് ഈ വിഷയം ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം വേറെ ഗുണങ്ങളുണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ ബന്ധു എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി പറയും അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ. എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും ഭാര്യയും മക്കളൊക്കെ ബന്ധുവാണോ? എനിക്കങ്ങനെ തോന്നില്ല. കാരണം അമ്മയുടെ വയറ്റിൽ ഉണ്ടായപ്പോഴും ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് കണ്ടത്. അമ്മയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോഴും സർവ്വചരാചരങ്ങളിലും വൃക്ഷങ്ങളിലും മൃഗങ്ങളിന്റെ ഉള്ളിൽ എന്റെ ഉള്ളിലുള്ള അതേ ചൈതന്യമാണെന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ ഭഗവാൻ തന്നെയാണ് അവരിലൊക്കെ ഉള്ളത്. മരിച്ചു പോയാൽ ഞാൻ എത്തുന്ന ദൈവത്തിന്റെ അടുത്തേക്കാണ്. ദാറ്റ് ഈസ് ബന്ധുക്കൾ രണ്ട് തരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനും അമ്മയും ഭാര്യ മക്കൾ ബന്ധുക്കൾ അല്ലെന്നല്ല, അവർ താൽക്കാലിക ബന്ധുക്കളാണ്. സ്ഥിര ബന്ധു എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, അത് ഒരു ബന്ധുവേ ഉള്ളൂ, അത് ദൈവം മാത്രമാണ്. അപ്പൊ ദൈവത്തിനോടുള്ള സ്നേഹവും ദൈവത്തിനോടുള്ള അർപ്പണ അനുഭവമാണ് നമുക്ക് വേണ്ടത്. ബാക്കിയുള്ള അർപ്പണമാനം വേണ്ടെന്നല്ല. അവരെല്ലാം ഒരു സമയത്ത് വരികയും ഒരു സമയത്ത് തിരിച്ചു പോവുകയും ചെയ്യുന്നതിനാൽ ഇവരെ താൽക്കാലിക ബന്ധുക്കൾ എന്നാണ് പറയാം. അല്ലാണ്ട് നമ്മൾ ജനിച്ചാൽ മുതൽ മരിക്കുന്നത് വരെ ഒരാൾ നമ്മളെ കൂടെ നിൽക്കുന്നില്ല. അപ്പൊ ഇത് സ്പിരിച്വൽ പാരന്റ്സ് ആണ്. ഈ സ്പിരിച്വലി ഇൻക്ലൈൻഡ് അല്ലാത്ത വ്യക്തികൾക്ക് നിസ്സാര പ്രശ്നങ്ങൾ, അപ്പൊ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പോയി ആത്മഹത്യ അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് വരിക, ഈ പ്രശ്നം ഉണ്ടാവും. അപ്പോ പുതിയ തലമുറയിൽ ആളുകൾ ടെക്നിക്കൽ സൈഡിൽ ഉയർന്നു വരുമ്പോഴും ആത്മഹത്യയുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് പാരന്റ്സ് ഇല്ല. അപ്പൊ അത് കൂടി കറക്റ്റ് ആക്കുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ കുറച്ചുകൂടെ മുന്നോട്ട് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.